السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ما بعد. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ, മുതഅല്ലിമീങ്ങൾ, നമ്മുടെ സ്ഥാപനത്തിലെ ഫെസ്റ്റ് ഇന്നിവിടെ അവസാനിക്കുകയാണ്. അവസാനമായി ഒരു പരിപാടിയുടെ റിസൾട്ട് കൂടി വരാനുണ്ട്. ഇൻഷാ അല്ലാഹ് അത് ഉദ്ഘാടന ഭാഷണത്തിന്റെ അവസാനത്തിൽ പ്രഖ്യാപിക്കും. ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെ പല പരിപാടികൾക്കും ഞാൻ വിധികർത്താവായി ഇവിടെ ഇരുന്നിട്ടുണ്ട്. എല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ട പരിപാടികൾ തന്നെയായിരുന്നു. മെയിനായിട്ട് ഞാൻ പാട്ടിനങ്ങളിലാണ് ഇരിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയാണെങ്കിൽ പാട്ട് മത്സരത്തിൽ പങ്കെടുക്കുന്നവർ സെലക്ഷനിൽ തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ കൊക്കിനൊതുങ്ങുന്ന, നമ്മുടെ തൊണ്ടക്ക് വഴങ്ങുന്ന പാട്ടുകളാണ് തിരഞ്ഞെടുക്കേണ്ടത്. മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ നമുക്കൊക്കെ പുതിയൊരു പാട്ട് പാടണമെന്നുണ്ടാവും. ആ വർഷം സാഹിത്യോത്സവിൽ ഫസ്റ്റ് കിട്ടിയ പാട്ട് പാടിയാൽ ഗംഭീരാവുമെന്ന് തോന്നും. പക്ഷെ ഓരോ ആളുകൾക്കും പാട്ട് പാടാൻ ഓരോ റേഞ്ചുണ്ട്. ആ റേഞ്ചിനനുസരിച്ചുള്ള പാട്ടുകളാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ സെലക്ഷനിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മറ്റൊന്ന് പാട്ടുകൾ പാടുന്ന സമയത്ത്, പ്രത്യേകിച്ച് മാപ്പിളപ്പാട്ടൊക്കെ കാണാതെ പഠിച്ച് അവതരിപ്പിക്കണം. നോക്കി പാടിയാൽ അതിന്റെ ലയം പോവും. അർത്ഥമറിഞ്ഞ് പാടണം, എങ്കിലും ലയിച്ച് പാടാൻ കഴിയുകയുള്ളൂ. അക്ഷരത്തെറ്റില്ലാതെ പാടണം. അതിന്റെ ഒറിജിനൽ അറബി മലയാള കോപ്പിയിൽ നിന്ന് എഴുതിയെടുത്തിട്ട് വേണം അവതരിപ്പിക്കാൻ. പല സ്ഥലത്തും പോകുമ്പോ, ഈ മുഹൈദ്ദിമാൽ എന്നുള്ള സ്ഥലത്ത് പോയപ്പോ ഒരു കുട്ടി വന്ന് പാടുകയാണ്, അല്ലാഹ് തിരുപേരും തുതിയും സ്വലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേഴാമ്പൽ. പുതിയ പുതിയ വരികളും പുതിയ മാലകളും ഇങ്ങനെ വരും ചില പരിപാടികൾക്ക് പോയാല്. അപ്പൊ നിങ്ങള് പാടുന്ന അവസരത്തിൽ അതിന്റെ യഥാർത്ഥ വരികൾ തിരഞ്ഞെടുത്തുകൊണ്ട് യഥാർത്ഥ വരി നോക്കി പാട്ടുകൾ എഴുതിയെടുത്തിട്ട് വേണം. ഈ യൂട്യൂബിലൊക്കെ നോക്കി കേട്ട് എഴുതിയെടുത്താൽ ആ യൂട്യൂബിൽ പാടിയ ആൾ എന്ത് തെറ്റ് പാടിയോ അത് അതുപോലെ നമ്മൾ പാടും. മുമ്പൊരു കുട്ടി പാടി, മോയിൻകുട്ടി വൈദ്യരുടെ ബദർ പടപ്പാട്ട്, ചീമാൻ കദറാവി എന്ന് പറയുന്നൊരു പാട്ടുണ്ട്. ചീമാൻ കദറാവി സീറാത്തനിൽ ഉരൈച്ചിർമഹമണി സിർസീനാനൂർ. ആ പാട്ട് ഒരു കുട്ടി വന്ന് പാടിയതാണ്. ചീമാൻ കാദറാജി. നാട്ടുള്ള ആചാര്യന്മാരെ പേരൊക്കെ മാപ്പിളപ്പാട്ട് കൊണ്ടുവന്നാലേ. അപ്പോ നമ്മള് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ, പാട്ട് തെരഞ്ഞെടുക്കുമ്പോൾ തന്നെ അതിന്റെ കറക്റ്റ് വരികളായിരിക്കണം പാടേണ്ടത് എന്നുകൂടി സാന്ദർഭികമായി ഉണർത്തുകയാണ്. പിന്നെ നമുക്കൊക്കെ ഒരു സംശയം ഉണ്ടാവും, എന്തിനാണ് ഇങ്ങനെ പാട്ട് പാടുന്നത്, ഈ മാപ്പിളപ്പാട്ടൊക്കെ പഠിച്ചിട്ട് എന്താ കാര്യം എന്നൊക്കെ പലർക്കും ചോദ്യമുണ്ട്. ഇതൊക്കെ ചരിത്രങ്ങളാണ്. മാപ്പിളപ്പാട്ടുകളൊക്കെ ചരിത്രങ്ങളാണ്. അൽഹംദുലില്ലാഹ് അതിനെക്കുറിച്ച് പഠിച്ച് ഏകദേശം 10-18 വർഷമായി ഞാൻ അതിൽ ഗവേഷണം തന്നെയാണ് ചെയ്യുന്നത്. മാപ്പിളപ്പാട്ടിന്റെ നിയമപുസ്തകം തയ്യാറാക്കിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ വർഷം കേരള സർക്കാർ ഫോക്ലോർ അക്കാദമി അവാർഡ് തന്നുകൊണ്ട് ആദരിക്കുകയും ചെയ്തു. നമുക്ക് ദുനിയവിയായ നേട്ടങ്ങളും ഉഖറവിയായ നേട്ടങ്ങളും ഇത്തരം പാട്ടുകൾ പഠിച്ചാലുണ്ടാവും. ഇപ്പോ കേരള സർക്കാരിന്റെ തന്നെ വജ്ര ജൂബിലി ഫെലോഷിപ്പിന് ഇന്റർവ്യൂ കഴിഞ്ഞ് നിൽക്കുകയാണ്. ഈ മാസം അതിന്റെ റിസൾട്ട് വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കിട്ടുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ് 2 വർഷം കൊണ്ട് നമുക്ക് സർക്കാർ 4 ലക്ഷം രൂപ ഈ മാലപ്പാട്ടും ഈ മാപ്പിളപ്പാട്ടൊക്കെ പഠിക്കാൻ വേണ്ടി, പഠിച്ചതിന് വേണ്ടി അവർ തരിക. മാസം 18,000 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് സർക്കാർ ഇട്ട് തരും.
അപ്പോൾ അതിൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് നിൽക്കുകയാണ്. കിട്ടാൻ വേണ്ടി നിങ്ങളൊക്കെ ദുആ ചെയ്യണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഇതൊക്കെ പഠിച്ചത് കൊണ്ട് നമ്മുടെ ഈ മാലപ്പാട്ടുകളും മാപ്പിളപ്പാട്ടുകളൊക്കെ പഠിക്കുന്നത് കൊണ്ട് ദുന്യവിയായ പല നേട്ടങ്ങളും നമുക്കുണ്ട്. ഉഖറവിയായ നേട്ടങ്ങൾ പലരും നേടിയിട്ടുണ്ട്. മോയിൻകുട്ടി വൈദ്യർ ഭദ്രപ്പടപ്പാട്ട് എഴുതുമ്പോൾ അതിൻ്റെ തുടക്കത്തിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 6ാമത്തെ ഒരു ഈശ്വരുണ്ട്. ബദരീങ്ങളെ ശ്രേഷ്ഠത പറയുന്ന ഒരു ഭാഗമാണ്. ആ ഭാഗത്ത് അദ്ദേഹം പറയുന്നുണ്ട്, കരുത്തർ അബ്ദുൽ ലത്തീഫ് ശൈഖ് കുവിത്തവർക്കുൾ റിസാലയിൽ കാരുണർ അസ്മാഉകൾക്കുള്ള മുഅല്ലമായ ഫളായിലാൽ പെരുത്ത പേർക്ക് വിലായത്ത് തിമുഫല്ലലാം വലിയാക്കളായി വീട്ടുറാഹിമയൻ കൊതി ബദരീങ്ങളെ വളർഹക്കിനാ. പെരുത്ത പേർക്ക് വിലായത്തെത്തി മുഫല്ലലാം വലിയാക്കളായി. ധാരാളം ആളുകൾക്ക് വിലായത്തിന്റെ പദവി കിട്ടിയിട്ടുള്ളത് ബദരീങ്ങളെ കൊണ്ടാണ്. ബദരീങ്ങൾ അസ്മാ ഇങ്ങനെ പാരായണം ചെയ്തിട്ടാണ്, അവർക്ക് സേവനം ചെയ്തിട്ടാണ് പല ആളുകളും ധാരാളം ആളുകൾ ഔലിയാക്കളായിട്ടുള്ളത്. പെരുത്ത പേർക്ക് വിലായത്തെത്തി മുഫല്ലലാം വലിയാക്കളായി എന്ന് മോയിൻകുട്ടി വൈദ്യർ ഇതിൽ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, എനിക്കും ആ പദവി ലഭിക്കാൻ താല്പര്യമുണ്ട്, അതുകൊണ്ട് എനിക്കും ഈ ബദരീങ്ങളെ കൊണ്ട് അത് സാധിപ്പിച്ചു തരണം എന്ന് മോയിൻകുട്ടി വൈദ്യർ ദുആ ചെയ്യുന്നതായിട്ട് ആ ബദർപടപ്പാട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് തന്നെയാണ് വൈദ്യരുടെ അവസാന കാലഘട്ടം. 40 വയസ്സാണ് മോയിൻകുട്ടി വൈദ്യർ ജീവിച്ചിട്ടുള്ളത്. വെറും 40 വയസ്സ്. ഈ 40 വയസ്സിനിടയിൽ 1852 ജനിച്ച് 1892 മോയിൻകുട്ടി വൈദ്യർ വഫാത്താകുന്നത്. ഈ 40 വയസ്സിനിടയിൽ അദ്ദേഹം 16ഓളം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇപ്പറഞ്ഞ ബദർപടപ്പാട്ട് അദ്ദേഹം എഴുതുന്നത് 24ാമത്തെ വയസ്സിലാണ്. ഹുസ്നുൽ ജമാൽ ബദറുൽ മുനീർ അദ്ദേഹം എഴുതുന്നത് 20ാമത്തെ വയസ്സിലാണ്. അതുപോലെ സലീഖത്ത് പടപ്പാട്ട് എഴുതുന്നത് 17ാമത്തെ വയസ്സിലാണ്. മുല്ലപ്പൂഞ്ചോലയിൽ മൂളുന്ന വണ്ട് എന്ന് പറയുന്ന സ്കൂളിലൊക്കെ നമ്മൾ പഠിച്ച വണ്ടും പൂവും എന്ന് പറയുന്ന പാട്ട് മോയിൻകുട്ടി വൈദ്യർ എഴുതുന്നത് 13ാം വയസ്സിലാണ്. 24ാം വയസ്സിൽ ഇത്രയും സാഹിത്യമുള്ള, ഇത്രയും ഭാഷകളുള്ള ഒരു പാട്ട് എഴുതണമെങ്കിൽ മോയിൻകുട്ടി വൈദ്യർ ആരായിരുന്നു? അദ്ദേഹത്തിന്റെ രചനയിലുള്ള പ്രാവീണ്യം, കഴിവ് എന്തായിരിക്കും എന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. അപ്പൊ അത്രയും കഴിവുള്ള ഒരാളായിരുന്നു മോയിൻകുട്ടി വൈദ്യർ. അദ്ദേഹം 40ാമത്തെ വയസ്സിൽ മരിക്കാൻ കിടക്കുന്ന സമയത്ത്, സക്കറാത്തിന്റെ ഹാലിങ്ങനെ കിടക്കുന്ന സമയത്ത് കൂട്ടുകാരും നാട്ടുകാരൊക്കെ വന്ന് ഇങ്ങനെ കലിമ ചൊല്ലിക്കൊടുക്കുക. പക്ഷെ വൈദ്യർക്ക് ചെല്ലാൻ കഴിയുന്നില്ല, സംസാരശേഷിയില്ല, സംസാരിക്കാൻ കഴിയൂല, സംസാരശേഷി നഷ്ടപ്പെട്ടിരുന്ന അവസാന സമയത്ത്. അങ്ങനെ ചെല്ലാൻ കഴിയാതെ വന്നപ്പോൾ ആ നാട്ടിലുള്ള ഒരു പ്രമാണി വന്ന് അല്പം ഉച്ചത്തിൽ ദേഷ്യത്തിൽ വിളിച്ചു പറഞ്ഞു, ജീവിതകാലം മുഴുവൻ ബദരീങ്ങളുടെ പോരിശ എഴുതിയ, ജീവിതകാലം മുഴുവൻ മുത്തുനബിയുടെ മദ്ഹ് എഴുതിയ, മലപ്പുറം ശുഹദാക്കളുടെ ചരിത്രം എഴുതിയ, ഉഹദ് ശുഹദാക്കളുടെ പോരിശ എഴുതിയ മോയിൻകുട്ടിക്ക് കലിമ ചെല്ലാൻ കഴിയുന്നില്ലെങ്കിൽ ചെല്ലണ്ട, ആരും ചൊല്ലിക്കൊടുക്കണ്ട. അല്പം ഉച്ചത്തിലാണ് വിളിച്ച് പറഞ്ഞത്. ആ സമയത്ത് മോയിൻകുട്ടി വൈദ്യർ കൈക്കൊണ്ട് ആംഗ്യം കാണിച്ചു ഒരു കടലാസും പേനയും കൊണ്ടുവരാൻ. അങ്ങനെ അദ്ദേഹത്തിന്റെ കയ്യിൽ കടലാസും പേനയും കൊടുക്കുന്നു. അദ്ദേഹം ആ കിടത്തത്തിൽ കിടന്നുകൊണ്ട് 4 വരി പാട്ടെഴുതുകയാണ്. മൗത്തുവേളയിൽ മറതി വരുത്തരുതേ മൗലാ ലത്തീഫേ എന്ന് പറയുന്ന പാട്ടെഴുതുകയും ഉറക്ക കലിമ ചൊല്ലി വഫാത്താവുകയും ചെയ്ത മഹാനാണ് മഹാകവി മോയിൻകുട്ടി വൈദ്യർ. അള്ളാഹു അവരുടെ ബർക്കത്തുകൊണ്ട് നമ്മുടെ ജീവിതം നന്നാക്കി തരുമാറാവട്ടെ. ഈ ചരിത്രം കാമ്പ്രവൻ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ ബദർ സംഗീത സാരവും ചരിത്ര പഠനവും എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അവർക്കൊക്കെ പാട്ട് എഴുതിയിട്ട്, നമ്മളിന്നിവിടെ പാടിയ മാപ്പിളപ്പാട്ടുകൾ പാടിയിട്ടും എഴുതിയിട്ടും ഒക്കെ അവർ ദുനിയാവിൽ ആഖിറത്തിലേക്കുള്ളതൊക്കെ നേടിയ ആളുകളാണ്. മോയിൻകുട്ടി വൈദ്യർ മലപ്പുറം പട എഴുതുന്നൊരു ചരിത്രമുണ്ട്. മലപ്പുറത്ത് ശുഹദാക്കളുടെ നേർച്ച നടക്കുന്ന സമയത്ത് മോയിൻകുട്ടി വൈദ്യരെ മലപ്പുറത്തേക്ക് കൊണ്ടുപോയി ഒരു പാട്ട് എഴുതാൻ. ആ കാലഘട്ടത്തിലൊക്കെ നേർച്ച നടക്കുമ്പോൾ അവരെക്കുറിച്ചൊരു പാട്ട് എഴുതി പാടൽ പതിവുണ്ടായിരുന്നു. അങ്ങനെ വൈദ്യരെ മലപ്പുറം ശോതാക്കളെ കുറിച്ച് ഒരു പാട്ട് എഴുതാനാണ് വൈദ്യരെ ഏൽപ്പിച്ചത്. അദ്ദേഹം ചെന്ന് ചരിത്രം പഠിച്ച് 71 പാട്ട് എഴുതി. ആ പാട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ മലപ്പുറം പടപ്പാട്ട് മധിനിധിമാല എന്നാണ് അതിൻ്റെ പേര്. മധി എന്ന് പറഞ്ഞാൽ അബജദ് സംഖ്യാക്രമപ്രകാരം 44, മീമ് 40, ദാല് 4, 44 നിധികളുടെ മാല എന്നാണ്. എന്ന് പറഞ്ഞാൽ മലപ്പുറത്ത് ഷഹീദായ ശുഹദാക്കൾ 44 ആളുകളാണ്. അവരുടെ മാലയാണ് മോയിൻകുട്ടി വൈദ്യർ
ഈ മലപ്പുറം പടപ്പാട്ട് മധിനിധി മാല എഴുതിയിട്ടുള്ളത്. അതിൻ്റെ മറ്റൊരു പേരാണ് മനോ നവസുഖസാര ഭാസ്കരം ബി മനാക്കിബി ഷുഹദ ഈ മലപ്പുറം. സംസ്കൃതമാണ്. മൊയ്ൻകുട്ടി വൈദ്യർ മലപ്പുറം പട എഴുതുന്ന സമയത്ത് പല കവികളും ആക്ഷേപിച്ചിരുന്നു, വൈദ്യർക്ക് സംസ്കൃതം അറിയില്ല. അദ്ദേഹം അഷ്ടാംഗ ഹൃദയവും ചരകവും സുശ്രുതവും ഒക്കെ പഠിച്ച ഒരു മനുഷ്യനായിരുന്നു. സംസ്കൃതം നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ആക്ഷേപം വന്നപ്പോൾ അദ്ദേഹം മലപ്പുറം പടപ്പാട്ടിൻ്റെ രണ്ടാമത്തെ പാട്ട് പൂർണ്ണമായും സംസ്കൃതം ഭാഷയിലായി എഴുതിയിട്ടുള്ളത്. ജഗതര ഗണ്ണനാം പൂരാബീജം ജനിരിന്യാധരനെ സൃഷ്ടി നാം എന്ന് പറയുന്നൊരു പാട്ടുണ്ട്. അത് പൂർണ്ണമായും സംസ്കൃതം ഭാഷയാണ്. ആ ഭാഷയിലാണ് മൊയ്ൻകുട്ടി വൈദ്യർ എഴുതിയിട്ടുള്ളത്. അങ്ങനെ അദ്ദേഹം പാട്ട് എഴുതി 54 പാട്ട് എഴുതി. 55ാമത്തെ പാട്ട് എഴുതാൻ വൈദ്യർക്ക് ചരിത്രം കിട്ടിയില്ല. കാരണം മലപ്പുറം പട നടന്ന് 165 വർഷത്തിന് ശേഷമാണ് മൊയ്ൻകുട്ടി വൈദ്യർ മലപ്പുറം പടപ്പാട്ട് എഴുതുന്നത്. പടപ്പാട്ട് എഴുതുന്ന സമയത്ത് മലപ്പുറം പട കണ്ട ആളുകളാരും ജീവിച്ചിരിപ്പില്ല. പിന്നെ അത് കേട്ടറിഞ്ഞ ആളുകളിൽ നിന്ന് ചരിത്രം ശേഖരിച്ചാണ് മൊയ്ൻകുട്ടി വൈദ്യർ പാട്ട് എഴുതുന്നത്. എന്നാൽ 55ാമത്തെ പാട്ടിൽ എഴുതാനുള്ളത് ലാക്കൻ പോക്കറുടെ ചരിത്രം. മലപ്പുറം പടയിൽ പള്ളിയുടെ ഉള്ളിൽ നിന്ന് ആദ്യമായി പുറത്തു വന്ന 11 പേരുണ്ട്, പ്രസിദ്ധരായ 11 ആളുകൾ. ആ 11 ആളുകൾ പ്രധാനിയാണ് ലാക്കൻ പോക്കർ. ഈ ലാക്കൻ പോക്കറുടെ യുദ്ധമുറ കണ്ട് മാത്രം പാറനമ്പിയുടെ ആളുകൾ പേടിച്ച് കൊട്ടാരത്തിലേക്ക് ഓടിപ്പോയിട്ടുണ്ട്. വീണ്ടും അവർ തിരിച്ചു വന്നതാണ്. അത്രയും അഭ്യാസിയാണ്. വായുവിലൂടെ പാറി യുദ്ധം ചെയ്തിരുന്ന ആളായിരുന്നു ലാക്കൻ പോക്കർ. ഈ ലാക്കൻ പോക്കറുടെ ചരിത്രം മൊയ്ൻകുട്ടി വൈദ്യർക്ക് എഴുതാൻ ചരിത്രം കിട്ടുന്നില്ല, ആരും പറഞ്ഞു കൊടുക്കുന്നില്ല, ആർക്കും അറിയുന്നില്ല അദ്ദേഹത്തിൻ്റെ യുദ്ധമുറകളെ കുറിച്ച്. അങ്ങനെ മൊയ്ൻകുട്ടി വൈദ്യരുടെ എഴുത്ത് 4 ദിവസം നിന്നുപോയി. ഒരു വെള്ളിയാഴ്ച രാവിൽ മലപ്പുറത്ത് കിടന്നുറങ്ങുന്ന സമയത്ത് മൊയ്ൻകുട്ടി വൈദ്യരുടെ സ്വപ്നത്തിൽ അവിടെ ഷഹീദായ അബൂബക്കർ ഷഹീദ് വന്നുകൊണ്ട് ലാക്കൻ പോക്കറുടെ യുദ്ധമുറകൾ എനിക്ക് പറഞ്ഞു തന്നു എന്ന് മൊയ്ൻകുട്ടി വൈദ്യർ മലപ്പുറം പടപ്പാട്ടിൻ്റെ 55ാമത്തെ പാട്ട് തുടങ്ങുന്നത് തന്നെ ഈ സ്വപ്നത്തിൻ്റെ കഥ പറഞ്ഞിട്ടാണ്. അപ്പം മലപ്പുറത്തെ ശുഹദാക്കളുടെ ചരിത്രം എഴുതാൻ മൊയ്ൻകുട്ടി വൈദ്യരെ മലപ്പുറം ശുഹദാക്കൾ സ്വപ്നത്തിൽ വന്ന് സഹായിച്ചിരുന്നു എന്ന് മൊയ്ൻകുട്ടി വൈദ്യർ അതിൽ പറയുന്നുണ്ട്. പൊലിവാലൊരു കഥയെനിവരെ പുതുമ എന്നിൽ കഷിന്തുള്ളതറിവീരെ പോക്കരാം ഷഹിദൂക്കർ പോർക്കവിയാക്കിനാനിതിന്മേൽ ഇശൽ മുടിവാകിയേ പിറകെ മനസ്സിൽ പുതിയൊരു ഹലല്ലവർ ഈകൽ ശരിതധികവും ജഗമഴതിലയനുമേ. ലാക്കൻ പോക്കറുടെ യുദ്ധമുറകളെ കുറിച്ച് എനിക്ക് അറിയാതെയായി 4 ദിവസം എൻ്റെ എഴുത്തു നിന്നുപോയി. അങ്ങനെ അബൂബക്കർ ഷഹീദ് സ്വപ്നത്തിൽ വന്നിട്ടാണ് എനിക്ക് കഥ പറഞ്ഞു തന്നത് എന്ന് മൊയ്ൻകുട്ടി വൈദ്യർ 55ാമത്തെ പാട്ടിൽ പറയുന്നുണ്ട്. അപ്പൊ ഇത്തരം പാട്ടുകൾ, ശുഹദാക്കളെ കുറിച്ചുള്ള പാട്ടുകൾ, ഔലിയാക്കളെ കുറിച്ചുള്ള പാട്ടുകൾ, ബദരീങ്ങളെ കുറിച്ചുള്ള പാട്ടുകൾ, അതൊക്കെ പാടിയവരും എഴുതിയവരൊക്കെ നേടിയിട്ടുണ്ട്. അവർക്കൊക്കെ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല അത്തരം ആളുകളിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ചരിത്രങ്ങളാണ് എല്ലാ പാട്ടിലും പറയുന്നത്. നഫീസത്തുമാല നമ്മുടെ ഉമ്മമാരൊക്കെ സ്ഥിരമായി പാടിയിരുന്നതാണ്. നഫീസത്തുമാല പ്രസവ സമയത്ത് ഉമ്മമാരൊക്കെ സ്ഥിരമായി ഉപയോഗിച്ചിരുന്നതാണ്. ബല്ലിയെ കണക്കിൽ സുഹറ വിക്ക് മൂന്നാമത്തെ പേരമകളാകുമേ ഈ ബിവിനെ ഫീസത്തെ ചൊല്ലുവാൻ സാനത്തിനാൽ 100 ചാദർ പത്തേ ജബതനിൽ ഫക്കായ മക്ക ദിക്കദില്ലൂദീത്തേ ഉദിത്ത് റബ്ബിന്റെ പോലെ തോനഇബാദത്തെ ഉണ്മയിൽ ഇടവിടാതെ ദായിമൻ ഏടുത്തേ. നാലകത്ത് കുഞ്ഞുമൈദീൻകുട്ടി മുസ്ലിയാർ പൊന്നാനിക്കാരനാണ്. അദ്ദേഹം വളരെ മനോഹരമായിട്ടാണ് നഫീസ്തമാല എഴുതിയിട്ടുള്ളത്. ബല്ലിയെ കണക്കിൽ സുഹറ ബിക്ക് മൂന്നാമത്തെ പേരമകളാകുമേ ഈ ബീവി നഫീസത്തെ. ഫാത്തിമ ബീവിയുടെ 3ാമത്തെ പേരക്കുട്ടിയാണ് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ. എന്നിട്ട് പറയുന്നത് ചൊല്ലുവാൻ സനത്തിനാൽ 100 ചതുര പത്തേ. ചൊല്ലുവാൻ സനത്തിനാൽ എന്ന് പറഞ്ഞ വർഷത്താൽ എന്നർത്ഥം, അല്ലാതെ സനത്ത് 4 എന്നല്ല. വഹാബികൾ അങ്ങനെ അർത്ഥം വെക്കും. സനത്തിനാൽ എന്നുള്ളതിന് സനത്ത് 4 എന്ന് അവൽ അർത്ഥം വെക്കുന്നത്. സനത്തിനാൽ എന്ന് പറഞ്ഞാൽ വർഷത്താൽ എന്നാണ് അവിടെ അർത്ഥം വെക്കേണ്ടത്. ചൊല്ലുവാൻ സനത്തിനാൽ 100 ചതുർ പത്തേ. 100 ചതുർ 10 എന്ന് പറഞ്ഞാൽ 4 10 40.
140. എന്നിട്ട് പറയുന്നത് ജപ തനിൽ ഫക്കായ മക്ക ദിക്കതില്ലൂതിത്തെ. ജപ എന്ന് പറഞ്ഞാൽ 5 എന്നർത്ഥം. ജീമ 3 ബ 2. ജപ എന്ന് പറഞ്ഞാൽ 5. അപ്പൊ 145 ഹിജ്റ 145 മക്കയിൽ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ ജനിക്കുന്നത്. ഇങ്ങനെയാണ് അതിന് അർത്ഥം വെക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ ചരിത്രമാണ് നഫീസത്ത് മാലയിൽ പറയുന്നത്. നമ്മുടെ ഉമ്മമാരൊക്കെ സ്ഥിരമായി വീട്ടിൽ പാരായണം ചെയ്തിരുന്നൊരു മാലയാണ്. ധാരാളം ആളുകൾ അത് പാടിയിട്ട് അവരുടെ പ്രസവ സമയത്ത് സുഖം കിട്ടിയിട്ടുണ്ട്, സുഖപ്രസവം നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ തലക്കടത്തൂരിലെ ബീവുമ്മ എന്ന് പറയുന്നൊരു ഉമ്മയുണ്ട്. ആ ഉമ്മയുടെ അനുഭവം 4 വരി പാട്ടാക്കിയിട്ട് എഴുതിയിട്ടുണ്ട്. നഫീസത്ത് മാല പ്രസവ സമയത്ത് എനിക്ക് ഭയങ്കര പ്രയാസമായി, ബുദ്ധിമുട്ടായി. ആ സമയത്ത് എൻ്റെ ഭർത്താവ് വന്ന് നഫീസത്ത് മാല പാടിയപ്പോഴേക്ക് ഞാൻ പ്രസവിച്ചു എന്ന് ബീവുമ്മ പറയുന്നുണ്ട്. നൊമ്പല നേരത്ത് വൻപാല പേടിച്ച് അന്തിച്ചിരിപ്പാലേ കോലം വമ്പാല് വന്നിട്ട് വമ്പ് പറഞ്ഞിട്ട് മരനിരിപ്പാരേ വൈത്തും മോത്തും പാലാർക്ക് മന്ദിരങ്ങൾ എല്ലാരും ചെയ്താനേ മൂപ്പര് ബീവി നഫീസത്ത് മാല ചൊല്ലിത്തീർക്കും മുമ്പേ ഞാൻ പെറ്റാനേ. തലക്കടത്തൂരുള്ള ബീവുമ്മ എഴുതിയ പാട്ടാണ്. എന്റെ ഭർത്താവ് വന്ന് നഫീസത്ത് മാല ചൊല്ലിത്തീർക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ പ്രസവിച്ചു. അപ്പൊ ആത്മീയമായിട്ട് അസുഖം മാറാൻ വേണ്ടി, പ്രശ്നപരിഹാരങ്ങൾക്ക് വേണ്ടി ഇത്തരം പാട്ടുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊരു വലിയൊരു മേഖലയാണ്. മാപ്പിളപ്പാട്ടുകൾ, അറബി മലയാള സാഹിത്യം, അതുപോലെ മാലപ്പാട്ടുകൾ. ഇതിനെക്കുറിച്ച് പറഞ്ഞാലോ ഈ നൃത്തത്തിൽ നേരം വെളുക്കുമ്പോഴും പറയാനുള്ള മേഖല നമ്മളെടുത്തുണ്ട്. അത്രയും കാലമായി ഇതിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല. നമ്മുടെ നാട്ടിൽ നടന്ന എല്ലാ സംഭവങ്ങളും പാട്ടായിട്ട് കവികൾ എഴുതി വെച്ചിട്ടുണ്ട്. വേങ്ങരക്കാരൻ CP മുഹമ്മദാണ് ചേറൂർ പടപ്പാട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതുപോലെ ഓമാനൂർ ശുഹദാക്കളുടെ ചരിത്രം പാട്ടായി എഴുതിയത് വേങ്ങരക്കാരനായ CP മുഹമ്മദ് എന്ന് പറയുന്നൊരു മാപ്പിളക്കവിയാണ്. ഇല്ലെങ്കിലും പതി ഓമാരായികൾ ചെയ്ത് ഷഹീദായോർ മുപ്പേരാം അല്ലാമിൻ കൃപ ലഭിച്ചോരാം അലി ഹസൻ കുലത്തിൽ ജനിച്ചോരാം കൊല്ലുന്ന സിംഹച്ചോടിയും ഷുജാഅത്തെ കുഞ്ഞാലി എന്ന പ്രസിദ്ധൻ ഒന്നാമത്തെ വെല്ലും ചെറുപ്പ പ്രായത്തിൽ മികവുറ്റേ ഭീകരനാം കുഞ്ഞിപ്പോക്കർ ഈസ് മുത്തേ മൂന്നാമൻ മൊയ്തീൻ അന്നാമം. അവിടെ ഷഹീദായ 3 ആളുകളെ കുറിച്ചാണ് ആ പാട്ടിൽ ആ ഭാഗത്ത് പറയുന്നത്. ഇങ്ങനെയുള്ള ചരിത്ര സംഭവങ്ങളൊക്കെ മാപ്പിള കവികൾ പാട്ടായി എഴുതി വെച്ചിട്ടുണ്ട്. മലപ്പുറം പടയെ കുറിച്ച് മൊയ്ൻകുട്ടി വൈദ്യർ എഴുതിയിട്ടുണ്ട്. മുഹമ്മദ് മല്ലാക്ക നമ്മുടെ മുട്ടിച്ചിറ ശ്രോതാക്കളെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതുപോലെ മറ്റൊരു മാപ്പിള കവി പുത്തനങ്ങാടി ശ്രോതാക്കളെ കുറിച്ച്, പുത്തനങ്ങാടി ശ്രോതാക്കളെ ചരിത്രമൊക്കെ ഞാൻ പഠിക്കുന്നത് മാപ്പിളപ്പാട്ടിൽ വളരെ ഭംഗിയായിട്ട് മൂസദ് രാജാവുമായി ഏറ്റുമുട്ടിയ പള്ളിയുടെ തൊട്ടടുത്ത് മറവിട്ട് കിടക്കുന്ന പോക്കര് മൂപ്പര കഥ പറയുന്നുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് കൂടുതൽ കടക്കുന്നില്ല. ഏതായാലും അതിൽ പറയുന്നുണ്ട്, പോക്കര് മൂപ്പര് തിരൂരങ്ങാടിയിൽ പോയി ഒളിഞ്ഞ് അവിടുത്തെ പടയിൽ അദ്ദേഹം പങ്കെടുത്തിട്ടില്ല. പോക്കര് മൂപ്പര് അവിടെ നടന്ന പുത്തനങ്ങാടി പടയിൽ പങ്കെടുത്തിട്ടില്ല. അദ്ദേഹം പടയിൽ പങ്കെടുക്കാതെ തിരൂരങ്ങാടിയിൽ ഒളിഞ്ഞു താമസിച്ചു. അവിടുന്ന് വീണ്ടും നാട്ടിലേക്ക്, പടയൊക്കെ കഴിഞ്ഞാല് നാട്ടിലേക്ക് വന്ന് മൂസദ് രാജാവിനോട് നൽകിയ ആ പറഞ്ഞ വാക്ക് പാലിക്കാൻ വേണ്ടി അദ്ദേഹം വീണ്ടും നാട്ടിലേക്ക് തന്നെ വന്നു. കാട്ടിൽ ഒളിഞ്ഞു താമസിച്ചു. ഉമ്മ വാഴയുടെ ഇലയിൽ ചോറുണ്ടാക്കിയിട്ട് ഈ പോക്കര് മൂപ്പർക്ക് കൊടുത്തയക്കുന്ന കൊണ്ടുകൊടുക്കുന്ന ആരാ? മൂസദ് രാജാവിന്റെ കൊട്ടാരത്തിലുള്ള ഒരു ഹൈന്ദവ സഹോദരനായിരുന്നു. പോക്കര് മൂപ്പർക്ക് ഭക്ഷണം കൊണ്ടുകൊടുക്കൽ. ഈ സംഭവം ചരിത്രമൊക്കെ മതസൗഹാർദ്ദത്തിന്റെ ചരിത്രമാണ്. ഞാൻ അവസാനിപ്പിക്കാം. മതസൗഹാർദ്ദത്തിന്റെ ചരിത്രമാണ്. കാരണം മൂസദ് രാജാവിന്റെ കൊട്ടാരത്തിലുള്ള ഒരു ഹൈന്ദവനായിരുന്നു പോക്കര് മൂപ്പർക്കുള്ള ഭക്ഷണം കൊണ്ടുകൊടുത്തിരുന്നത്. അവർക്കറിയാം അവിടെയുള്ള മുസ്ലിമീങ്ങൾ പാവങ്ങളാണ്.
പുത്തനങ്ങാടിയിലുള്ള മുസ്ലിമീങ്ങൾ അവർ നിരപരാധികളാണ്. അവർക്കും ഈ രാജ്യത്ത് ആരാധനാ സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് അവരുടെ പള്ളി തകർക്കാൻ പാടില്ലായിരുന്നു എന്ന് നല്ലവരായ ഹൈന്ദവർക്കറിയാമായിരുന്നു. മലപ്പുറം പടപ്പാട്ടിൽ തന്നെ മോയിൻകുട്ടി വൈദ്യർ പറയുന്നുണ്ട്, പള്ളി പൊളിക്കാൻ വന്ന പാറനമ്പിയെയും കൂട്ടരെയും തടഞ്ഞു വെച്ചത് 2 ഹൈന്ദവ സുഹൃത്തുക്കളായിരുന്നു, മുകുന്ദൻ, അറമുഖൻ, 2 ആള്. മോയിൻകുട്ടി വൈദ്യർ പറയുന്നുണ്ട്, മുകുന്ദ അറമുഖ തടുക്കണ്ട വഴി മുടക്കണ്ട താനങ്കിരിക്കണം. മുകുന്ദനെയും അറമുഖനെയും പാറനമ്പിയുടെ ആളുകൾ മാറ്റി നിർത്തുന്നുണ്ട്, നിങ്ങൾ തടയാൻ വരണ്ട, ഞങ്ങൾ പള്ളി പൊളിക്കും. അപ്പൊ തടയാൻ വന്നിരുന്നത് നല്ലവരായ ഹൈന്ദവരായ സഹോദരന്മാരായിരുന്നു. മതസൗഹാർദ്ദത്തിന്റെ ഈറ്റില്ലവും പോറ്റില്ലവുമായിരുന്നു മലപ്പുറം. അത് മോയിൻകുട്ടി വൈദ്യർ മലപ്പുറം പടപ്പാട്ടിൽ പറയുന്നുണ്ട്. എന്നാൽ പോക്കർ മൂപ്പർക്ക് ഭക്ഷണം കൊണ്ടുപോയെടുത്തിരുന്നത് മൂസദ് രാജാവിന്റെ കൊട്ടാരത്തിലുള്ള ഒരു ഹൈന്ദവ സഹോദരനായിരുന്നു. ചരിത്രം പഠിക്കണം. എന്നിട്ട് ഉമ്മ പറയുന്നുണ്ട്, വാഴന്റെ ഇലയൊക്കെ തീർന്ന് ഇനി ഭക്ഷണം കൊടുത്തേക്കാനേ വാഴന്റെ ഇലയില്ല, അതുകൊണ്ട് മകൻ പോക്കർ മൂപ്പർ ഉദ്ദേശിച്ച കൃത്യം നിർവഹിക്കാൻ പറയൂ എന്ന് ഈ ഹൈന്ദവ സഹോദരന്റെ അടുത്ത് പറഞ്ഞയക്കുന്നുണ്ട്. ഉമ്മ പറഞ്ഞയക്കാം മകനോട്, ഇനി ഭക്ഷണം കൊടുത്തേക്കാം, വാഴന്റെ ഇലയില്ല, കൃത്യം നിർവഹിക്കാൻ പറയൂ. ഉമ്മ പറഞ്ഞു, മോനെ പോക്കരെ വാഴന്റെ ഇല ഇത് തീർന്ന് എന്നാണിന്നിനി നിന്റെ ഉദ്ദേശം തീരുക. അമ്മിഞ്ഞപ്പാൽ എന്റത് നിന്റുതിരത്തിലില്ലേ മോനെ, അതിനസറുടനെ കാട്ടി മനം ഫർഹേറുക. എന്റെ പാല് കുടിച്ച് വളർന്ന മകനാണെങ്കിൽ ആ ഉമ്മയുടെ ധൈര്യം, എന്റെ പാല് കുടിച്ച് വളർന്ന മകനല്ലേ നീ, അതുകൊണ്ട് ഇനി ഉദ്ദേശിച്ച കാര്യം നിർവഹിക്കാൻ സമയമായിട്ടുണ്ട് എന്ന് ഈ ഹൈന്ദവ സഹോദരനോട് പറഞ്ഞയക്കുക. അത് മകനോട് ചെന്ന് പറയുന്നു. മകൻ ഉടനെ തന്നെ മറുപടി ഉമ്മാക്ക് കൊടുത്തേക്കുക, തമ്മായി ഇത് മതി, ഇന്നത്തോടെ തീരും പൊന്മണി മാതാ, തന്നിടുവിനു ഇന്നൊരു പൊതി ചോറും കൂടിയേ. താനവൻ തന്റെ യുദേവി എനിക്കുണ്ടാകാൻ തേടണം നിങ്ങൾ, തലയെ കിട്ടും ഇന്ന് പുലർച്ചെ കാണുമേ. അതേ നാണയത്തിൽ മറുപടി ഇങ്ങോട്ട് ഉമ്മാക്ക് കൊടുത്തയച്ചു. ഇതൊക്കെ പുത്തനങ്ങാടി ശുഹദാക്കളുടെ ചരിത്രമാണ്. പുത്തനങ്ങാടി പടപ്പാട്ടിൽ പറയുന്നത്. ഈ ചരിത്രമൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ള പടപ്പാട്ടിൽ നിന്ന, കിസ്സപ്പാട്ടിൽ നിന്ന. ചരിത്രം പഠിക്കാൻ ഏറ്റവും നല്ലത് മാപ്പിളപ്പാട്ട് പഠിക്കാനാണ്. മാപ്പിളപ്പാട്ടുകൾ ചരിത്രത്തിലേക്ക് തിരിച്ചു വച്ചിട്ടുള്ള കണ്ണാടിയാണ് എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. എല്ലാ ചരിത്രവും ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറയുന്ന ഒരു കിസ്സപ്പാട്ടുണ്ട്. ഇബ്രാഹിം അദ്ദേഹം കിസ്സപ്പാട്ട് പൊന്നാനിക്കാരനായി MA എഴുതിയിട്ടുണ്ട്. വിശദമായിട്ട് ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം അതിൽ പറയുന്നുണ്ട്. മക്കയിൽ വെച്ച് മകനെ കണ്ടുമുട്ടുന്ന രംഗണ്ട്. മക്കയിലേക്ക് ഉപ്പയെ തേടി ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹുവിനെ തേടി മകൻ വന്നിട്ട് ഉപ്പാനോട് സംസാരിക്കുന്ന രംഗം ആ പാട്ടിൽ പറയുന്നുണ്ട്. ഭരണത്താലേറ്റം നിഅമത്തുണ്ടെന്നാലും ഭവായെനിക്ക് സുഖമില്ലല്ലോ, തരണം പീതാവോരെ ഉങ്ങളൊഴികെ താനത്തിലാരും എനിക്കില്ലല്ലോ. ഭരണത്താൽ ഏറ്റം നിഅമത്തുണ്ടെന്നാലും ഭവായെനിക്ക് സുഖമില്ലല്ലോ. പാപ്പാനോട് പറയാ, ഭരണക്കല്ല ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്, പക്ഷെ ഉപ്പയില്ലാത്തത് കാരണം, ഞങ്ങളെ കൂടെ ഇല്ലാത്തത് കാരണം ഞങ്ങൾക്കൊരു സുഖമില്ല. അങ്ങനെ അവിടുന്ന് ദുആ ചെയ്യുന്നുണ്ട്. അവിടുന്ന് ഒരു അശരീരി ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു കേൾക്കുന്ന ചരിത്രം നമുക്കറിയാം. അവസാനം മോൻ ചോദിക്കുന്നുണ്ട്, ഇനി എവിടുന്ന നമ്മൾ കാണുക? ആ സമയത്ത് ഉപ്പ മറുപടി പറയുന്നുണ്ട്, അബുവാണോരപ്പൾ ജവാബ് മകനിലെ അരുമക്കാനിയേ നാം കാണും തീയാമത് നാളെ. ഇങ്ങനെ ഇബ്രാഹിം റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം കിസ്സപ്പാട്ടായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ധാരാളം ഗ്രന്ഥങ്ങൾ. ഞാനിതിനെക്കുറിച്ച് പഠിക്കാൻ ഇറങ്ങിയത് മുതൽ ഗ്രന്ഥങ്ങൾ ശേഖരിക്കാറുണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ അറബി മലയാളത്തിലുള്ള 600-ലധികം ഗ്രന്ഥങ്ങൾ ഞാൻ ശേഖരിച്ചിട്ടുണ്ട്. അതിൽ 100-ലധികം കിസ്സപ്പാട്ടുകളാണ്, 80-ലധികം മാലപ്പാട്ടുകളാണ്, ബാക്കി നമ്മളൊക്കെ വായിക്കേണ്ട പഠിക്കേണ്ട തർജ്ജമകളാണ്. ധാരാളം ഗ്രന്ഥങ്ങൾ. കൊങ്ങണം വീട്ടിൽ ഇബ്രാഹിം മുസ്ലിയാർ എഴുതിയിട്ടുണ്ട് ഖുതുബിയത്തിൻ്റെ ഒരു തർജ്ജമ. ആ ഒരു തർജ്ജമ വായിച്ചാൽ എത്രയോ കിതാബുകൾ നോക്കുന്ന ഫലം
ആ ഒരൊറ്റ തർജ്ജമ വായിച്ചാൽ നമുക്ക് കിട്ടും. ദർസിൽ ഓതി പഠിക്കുന്ന ഹിക്കമിന് തർജ്ജമ വന്നിട്ടുണ്ട്, തുഹ്ഫയുടെ തർജ്ജമ പണ്ഡിതന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാ 10 കിതാബിൻ്റെയും ഉംദയുടെ ഒക്കെ തർജ്ജമ എന്ന് പറഞ്ഞാൽ അതുപോലെ അതിൻ്റെ അർത്ഥം എഴുതി വെക്കല്ല, അതിൻ്റെ വിശദീകരണം അടക്കി പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നമ്മുടെ ശ്രദ്ധ അറബി മലയാളത്തിലേക്ക് കൂടി തിരിയണമെന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയായി. എല്ലാ സംഗതികളും പാട്ടായിട്ട് ഇവിടെ പഴയ കാലത്തെ കവികൾ എഴുതിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇസ്ലാമികമായ ചരിത്രങ്ങൾ മാത്രമേ പറഞ്ഞിട്ട്, അതല്ലാത്ത കാര്യങ്ങൾ വെള്ളപ്പൊക്കത്തെക്കുറിച്ച് പാട്ട് വന്നിട്ടുണ്ട്. വെള്ളപ്പൊക്കത്തെക്കുറിച്ച് മാല എഴുതിയ 12 ആളുകളുടെ മാല എൻ്റെ അടുത്തുണ്ട്. 924 വെള്ളപ്പൊക്കം, 940 വെള്ളപ്പൊക്കം, 61 വെള്ളപ്പൊക്കം, 18 19 വെള്ളപ്പൊക്കത്തെക്കുറിച്ച് പാട്ട് വന്നിട്ടുണ്ട്. നായാട്ടിന് പോയതിനെ കുറിച്ച് പാട്ട് പുലിക്കോട്ടുള്ള ഇത് എഴുതിയിട്ടുണ്ട്. മഞ്ചേരിയിൽ നടന്നൊരു സംഭവമാണ് അവിടെ നടന്ന നായാട്ട്. എല്ലാ വിഷയത്തിലും എന്തിലേറെ ഫുട്ബോളിനെ കുറിച്ച്, പന്ത് കളിയെക്കുറിച്ച് എല്ലാ സംഭവങ്ങളും. കാസർഗോട്ടുകാരനായ അഹമ്മദ് ഇസ്മായിൽ അഹമ്മദൻസ് ഫുട്ബോളിനെ കുറിച്ചൊരു പാട്ട് എഴുതിയിട്ടുണ്ട്. പന്തളി എന്ന് പറഞ്ഞാൽ നല്ല ഉഷാറിലങ്ങി ഇരിക്കണ്ടാവും അല്ലേ? ഫുട്ബോൾ എന്ന് പറഞ്ഞ ആവേശമാണ് എല്ലാവർക്കും. അദ്ദേഹം അഹമ്മദൻസ് ഫുട്ബോളിനെ കുറിച്ചൊരു പാട്ട് എഴുതി. മുത്തസീനേഹിതരെ പ്രധാന കൽക്കത്തയിൽ ഘോഷവിശേഷമേ, മുന്തിയ പാദം പന്താലുള്ള കളി ചിന്തുവാൻ എന്തൊരുന്മേഷമേ, സത്ത് മുഹമ്മദൻ സ്പോർട്ടിംഗ് അതെന്ന സൽഗുണരായ കളിക്കാരും പിന്ന എന്ന് പറയുന്ന നല്ലൊരു കെസ് പാട്ട് അദ്ദേഹം ഫുട്ബോളിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. 1960 കാലഘട്ടങ്ങളിൽ നീലാം സ്ട്രോങ് ചന്ദ്രനിൽ പോയി. ആ കാലഘട്ടത്ത് അതിനെക്കുറിച്ച് കവികൾ പാട്ട് എഴുതി. ചന്ദ്രകോളം കെസ് പാട്ട് എന്ന് പറയുന്നൊരു പാട്ട്. ആദരവായ റസൂലിന്റെ ഉമ്മത്തോരിലൊരു സംഘം ഖാദിറവന്റെ കുതിരത്തെ കാണുന്നേ, ആഖിറസമാൻ അടുത്തപ്പോൾ ഓരോ സയൻസുകാരും റോക്കറ്റും ഒരു ചന്ദ്രനിൽ പറക്കുന്നേ. ചന്ദ്രകോളം കെസ് പാട്ട്. പൈവളികക്കാരൻ AP അഹമ്മദ് മൗലവി എഴുതിയ പാട്ട്. ഇങ്ങനെ എല്ലാ വിഷയവും പാട്ടിൽ വന്നിട്ടുണ്ട്. ഈ അടുത്ത കാലത്താണ് ഫുട്ബോള് വേൾഡ് കപ്പ് കഴിഞ്ഞത്. ആരാ? ബ്രസീല് ആണല്ലേ കപ്പടിച്ച അല്ലേ? പറഞ്ഞോളി. അതൊക്കെ ഉഷാറായിട്ട് അറിയുന്നവരെ, കാരണം ലോകവിവരാണ്, അതൊക്കെ അറിയും വേണം. നമ്മളൊക്കെ അറിയണം ആർക്കാന്നുള്ളത്. അന്ന് ആരായിരുന്നു അതിന്റെ ക്യാപ്റ്റൻ? ഈ ചെറിയ കുട്ടികളാണല്ലോ പറഞ്ഞത്, മെസ്സിയിലെ. എന്നാ അർജന്റീനക്ക് മുമ്പ് ഒരു കപ്പ് കിട്ടിയിരുന്നു. അന്ന് ആരായിരുന്നു ക്യാപ്റ്റൻ? അറിയില്ല. മറഡോണ ക്യാപ്റ്റനായ സമയത്ത് അന്നൊരു പാട്ടിറങ്ങിയിട്ടുണ്ട്. മറഡോണ കപ്പടിച്ച സമയത്ത് ഒരു മാപ്പിളക്കവി ഒരു പാട്ട് എഴുതിച്ചു. ഞാനിത് പറയുന്നത് എല്ലാ വിഷയത്തെക്കുറിച്ചും പാട്ട് വന്നിട്ടുണ്ട്. മറഡോണ ഗോളൊന്നടിച്ചാനെ കണ്ട് മൈമൂന പൊട്ടിച്ചിരിച്ചാനെ, ടിവിന്റെ മുന്നിലിരുന്നാനെ അവൾ തീനും കൂടിയും മറന്നാനെ. മറഡോണ കപ്പടിച്ച ക്യാപ്റ്റനായി കപ്പടിച്ച കാലത്ത് ഇറങ്ങിയ പാട്ടാണ്. ഇങ്ങനെ എല്ലാ കാലഘട്ടത്തിലും പാട്ട് എഴുതിയ ആളുകളുണ്ട്. ഒരു മാപ്പിളക്കവിന്റെ ചുവട്ടിൽ കൂറ പോയി. നമ്മളൊക്കെ ഈ കിടന്നിറങ്ങുമ്പോൾ ഉറുമ്പ് പോകലുണ്ട്. എൻ്റെ ഉമ്മൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, ഡൈനിങ് ഹാളിൽ പായ് വിരിച്ച് കിടന്ന സമയത്ത് ചുവട്ടിൽ ഉറുമ്പ് പോകും. രാത്രി ഇങ്ങനെ കരയുന്ന സമയത്ത് ഉമ്മ വരും, വായും മൂക്കും പൊത്തി പിടിച്ചിട്ട് ചുവട്ടിക്ക് ഇങ്ങനെ വെള്ളം ഒഴിക്കും. എന്നിട്ട് ഇങ്ങനെ ആകാംക്ഷയോട് കാത്തു നിൽക്കും വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഉമ്മ മരിച്ചുപോയി, അള്ളാഹു തആല ഖബർ സന്തോഷത്താക്കി കൊടുക്കുമാറാവട്ടെ. ഇങ്ങനെ ഒരു ദിവസം ഒരു മാപ്പിളക്കവി കിടന്നിറങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ ചുവട്ടിൽ കൂറ പോയി. പിന്നെയാണ് ആ കൂറ വിചാരിച്ചത് ഞാൻ കയറിയ ആള് മാറിപ്പോയി, അയാളെ ചുവട്ടിൽ കയറണ്ടില്ലേന്ന്. കാരണം പിറ്റേന്ന് തന്നെ അതിനെ പറ്റിയൊരു പാട്ടുണ്ടാക്കിയുണ്ട്. ചുവട്ടിൽ കൂറ പോയതിനെ പറ്റി. ചോറും തിന്നുറങ്ങി ഞാൻ പേരും കൂർക്കം വലിക്കുമ്പോൾ കൂറ വന്നെന്റെ കാതില് പാറി റബ്ബേ, മാറുന്നില്ലല്ലോ പാടച്ചോനെ ശരം പോലെ താല, ചോറിലേക്ക് അത് വണ്ടിക്കേറി. ചോറും തിന്നുറങ്ങി ഞാൻ പേരും കൂർക്കം വലിക്കുമ്പോൾ കൂറ വന്നെന്റെ കാതില് പാറി റബ്ബേ, മാറുന്നില്ലല്ലോ പാടച്ചോനെ ശരം പോലെ താല, ചോറിലേക്ക് അത് വണ്ടിക്കേറി. സൂചിക്കോലെടുത്ത് ഞാൻ ചെവി കുത്തി തുഴഞ്ഞ് മോചനം ലഭിക്കാതെ കൂറ താറ പറഞ്ഞ്, നാടിയും ഞരമ്പുകൾ കയ്യും കാലും തളർന്ന് പേടിച്ച് തന്തം വിട്ട് റബ്ബേ ഞാനും കരഞ്ഞ്. യാ അല്ലാഹ്
കൂറാക്കി കിണി 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 കാതിനകത്ത് ഹൂവല്ലാ കൂറെ പുന്നാരക്കുട്ടി കൂറെ ചെവിട്ടിൽ നിന്ന് മാറ് വിളമ്പാൻ കൂറെ നല്ലൊരു പായസം നിനക്ക് വെക്കമിതൊന്ന് ഇറങ്ങി വിളിക്ക് ചോറുന്തിൻ ഉറങ്ങി ഞാൻ പേരും കൂർക്കം വലിക്കുമ്പോൾ കൂറ വന്നെന്റെ കാതില് ഭാരീറവേ മാറുന്നില്ലല്ലോ പാടച്ചോനെ ശാരം പോലെ താല ചോറിലെ കാത് വണ്ടിക്കേറി. ഇങ്ങനെ എല്ലാ വിഷയത്തെക്കുറിച്ചും പാട്ട് എഴുതിയ മാപ്പിള കവികളിൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഓരോ കാലഘട്ടത്തിലുണ്ടായ ചരിത്രങ്ങൾ, ഇതുപോലെ നൂറുകൂട്ട ഉദാഹരണങ്ങളും പാട്ടുകളും നിമിഷ നേരം കൊണ്ടുണ്ടാക്കിയ പാട്ടുകളെ കുറിച്ചൊക്കെ നമുക്ക് പറയാണ്ട് പിന്നീട് ഒരിക്കൽ മാപ്പിള സാഹിത്യത്തെ കുറിച്ച് നമുക്കൊരു ക്ലാസ് എടുക്കാം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ഓർമ്മപ്പെടുത്തി ഇപ്പൊ എല്ലാവരും സന്തോഷത്തിലിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് നമ്മളെ റിസൾട്ട് പ്രഖ്യാപിക്കുക, ഖവാലിയുടെ റിസൾട്ട് പ്രഖ്യാപിക്കുകയാണ്. അവസാനമായി നടന്ന മത്സരമാണ് ഖവാലി. അതില് ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത് കോഡ് ലെറ്റർ ബി റാഷിദ് കൊടിയത്തൂർ ആൻഡ് പാർട്ടിയാണ്. എ ഗ്രേഡ് 20 പോയിന്റ്. സെക്കൻഡ് കിട്ടിയിട്ടുള്ളത് കോഡ് ലെറ്റർ സി മഷ്ഹൂർ കാവന്നൂർ ആൻഡ് പാർട്ടി, എ ഗ്രേഡ് 15 പോയിന്റ്. മൂന്നാം സ്ഥാനം കിട്ടിയിട്ടുള്ളത് കോഡ് ലെറ്റർ എ ബാസിത്ത് പുതുപ്പറമ്പ് ആൻഡ് പാർട്ടി, എ ഗ്രേഡ് 10 പോയിന്റ്. അല്ലാഹു തആല ഇനിയും പാടാനും അവതരിപ്പിക്കാനൊക്കെ ഇവർക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. മഹാകവി മോയിൻകുട്ടി വൈദ്യർ അദ്ദേഹത്തിന്റെ ഭദ്രപടപ്പാട്ട് ബിസ്മി കൊണ്ടാണ് തുടങ്ങുന്നത്. 2 വരി പാടി ഉദ്ഘാടനം ചെയ്ത് അവസാനിപ്പിക്കുകയാണ്. അഹദത്തിലെ അലിഫ് അലിഫില മഖമിയം അലിഫക്ഷര പൊരുൾ ബിസ്മില്ലാ അരിമ കലൈ കുത്തുബനുദിനം ഖുർആനിൽ അളകുറ്റല കുറി ബിസ്മില്ലാ ബഹറ ഖുർആനിൻ പൊരുൾ മുഴുതടകിനെ പരിശക്കടൽ പതി ബിസ്മില്ലാ ബദറ പാട കൊടു കവിനുവൽ വദിൻ മുതൽ ബരിബത്തബ്തദി ബിസ്മില്ലാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഖുർആനിക വാക്യം കൊണ്ട് ഞാൻ ഈ പരിപാടി അറിയിച്ച് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജനറൽ ഖവാലി മച്ചനമിളങ്ങനെ third letter A Basit Pudparambu aim AK Poli Botan AK 10 points. Second letter C Mashhur Kavanur team was equal to AK 15 points. To gain first prize letter B Rashid Kudiyatur team Fios